അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇബാദത്ത് എന്നതിന് നൽകപ്പെട്ടിരിക്കുന്ന പ്രസിദ്ധമായ നിർവചനങ്ങളിലൊന്ന് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുല്ലാഹു വയർള. അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്ത മുഴുവൻ കാര്യങ്ങൾക്കുമുള്ള സമ്പൂർണമായ സമഗ്രമായ പേരാകുന്നു ഇബാദത്ത് എന്നതാണ്. അപ്പോൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാനാണ് നമ്മെ സൃഷ്ടിച്ചത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നതാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിന് പിന്നിലുള്ള പ്രഥമമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലക്ഷ്യത്തിൽ നിന്ന് മനുഷ്യൻ വ്യതിചലിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ മഅസിയത്ത് അല്ലെങ്കിൽ ദംബ് എന്നൊക്കെ, പാപം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുള്ളത്. ഈ ഒരു പാപം ചെയ്യുമ്പോഴുണ്ടാകുന്ന അല്ലെങ്കിൽ മഅസിയത്ത് സംഭവിക്കുമ്പോഴുണ്ടാകുന്ന അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഖുർആൻ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ പാപങ്ങൾ വഴി നമുക്കുണ്ടാവാൻ പോകുന്ന അനന്തര ഫലങ്ങൾ ഒന്ന്, ഹിദായത്തിൽ നിന്ന് നമ്മൾ വളരെ അകലെയായി പോവുക എന്നുള്ളതാണ്. സഅസ്രിഫു അൻ ആയാതി അല്ലദീന യതകബ്ബറൂന ഫിൽ അർള്. തീർച്ചയായും അഹങ്കരിക്കുന്ന കിബറുള്ള ആളുകളെ എന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് നാം തെറ്റിച്ചു കളയുന്നതാണ് എന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ കിബർ എന്ന് പറയുന്നത് തീർച്ചയായും നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യുന്ന ഒരു പാപമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അനന്തരഫലം, ഒരു പാപം ചെയ്താൽ തീർച്ചയായും തുടർച്ചയായി മറ്റ് പാപങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്നതാണ്. സലഫുകൾ പറയാറുണ്ടായിരുന്നു, അൽ മഅസിയതു തദ്ഉ ഉഖ്തഹ. തീർച്ചയായും ഒരു പാപം അതിന്റെ സഹോദരിയെ ക്ഷണിച്ചു വരുത്തും എന്നതാണ്. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, വഅമ്മാ മൻ ബഖില വസ്തഅന വകദ്ദബ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ ഉസ്ര. തീർച്ചയായും ആരാണോ പിശുക്ക് കാണിക്കുകയും അതേപോലെ കളവ് കാണിക്കുകയും ചെയ്യുന്നത്, അവൻ തീർച്ചയായും അത്തരം വ്യക്തികൾക്ക് അല്ലാഹു നരകത്തിലേക്കുള്ള വഴി അത് എളുപ്പമാക്കി കൊടുക്കുമെന്നതാണ്. അപ്പോൾ നരകത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുക എന്ന് പറഞ്ഞാൽ നരകത്തിലെത്താനുള്ള പ്രവർത്തനങ്ങളിൽ അയാൾ തുടർച്ചയായി മുഴുകിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് കാണാൻ കഴിയും, പാപങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ പലപ്പോഴും മുസീബത്തുകൾ നമ്മെ പിടികൂടും. ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ട ചരിത്രം ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഒരു അർത്ഥത്തിലാണ്. തീർച്ചയായും ആ ഉഹുദിൽ എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്കൊരു മുസീബത്ത് വന്നു ഭവിച്ചു? അവിടെ ഒരു ദമ്പ് ചെയ്യുകയാണ്. ഏതാനും ചില ആളുകൾ അവരുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു നിസ്സാരമായത് നമുക്ക് തോന്നാവുന്ന ഒരു വീഴ്ച, പക്ഷേ ആ വീഴ്ചയുടെ അനന്തരഫലം വളരെ വലുതായിരുന്നു എന്നതാണ്. കൂടാതെ നമുക്ക് കാണാൻ കഴിയും, ദുനിയാവിൽ ഒരു ഇടുക്കം, ആരെങ്കിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ദിക്റിൽ നിന്ന് അശ്രദ്ധമാവുകയാണെങ്കിൽ തീർച്ചയായും ഫഇന്ന ലഹു മഈശത്തൻ ലൻക, ഒരു ഇടുങ്ങിയ മഈശത്ത്, ഒരു ജീവിതമായിരിക്കും ഉണ്ടായിരിക്കുക. പലപ്പോഴും പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് ഖബർ ജീവിതത്തെക്കുറിച്ചാണ് അവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. ഈ രൂപത്തിൽ ഒട്ടേറെ അനന്തരഫലങ്ങൾ, മുസീബത്തുകൾ ഇറങ്ങുന്നതും ഭിന്നിപ്പുകൾ ഉണ്ടാകുന്നതും റിസ്ക് തടയപ്പെടുന്നതും എല്ലാം ഇതിന്റെ അനന്തരഫലമാണ്. അതുകൊണ്ട് പാപങ്ങളെ നമ്മൾ കഴിവിന്റെ പരമാവധി ഒഴിവാക്കുകയും വന്നുപോയ പാപങ്ങളിൽ അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും ചെയ്തുകൊണ്ട് ജീവിതത്തെ കൂടുതൽ പുണ്യവത്താക്കുകയും അതേപോലെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കുകയും ചെയ്യാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.